ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ സാധാരണ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് പിണക്കവും ചെറിയ വഴക്കുകളൊക്കെ ആവുന്ന സമയത്ത് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിടുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2-3 പോയിന്റ്സ് പറയുന്നുണ്ട്. നിങ്ങളത് മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് നോക്കാം, ഇത്തരത്തിൽ നമ്മളെ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റ് ഫോണുകളിൽ നിന്ന് അവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കാക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമുക്ക് വിളിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. മെസ്സേജ് അയച്ചാലും അത് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് മെസ്സേജും അയക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ വിളിച്ചുകൊണ്ടേയിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും നമ്മളോടുള്ള ദേഷ്യം, ഒരു വെറുപ്പൊക്കെ കൂടിക്കൂടി വരും എന്നുള്ളതാണ്. തീരെ സമാധാനം തരുന്നില്ലല്ലോ എന്നൊക്കെ അവർ വിചാരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. മീൻസ് നമ്മളിപ്പോൾ അങ്ങനെ അവരുടെ പുറകെ ഇങ്ങനെ വിളിച്ച് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരെ നമുക്ക് എത്രയും പെട്ടെന്ന് വേണം. മീൻസ് അവരില്ലാണ്ട് നമുക്ക് ഓക്കെ ആവുന്നില്ല, നമുക്ക് സമാധാനം കിട്ടുന്നില്ല, നമ്മൾ ഹാപ്പി ആവുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല അവരോട് പെരുമാറേണ്ടത്. അവരില്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരുടെ പുറകെ തന്നെ ഇങ്ങനെ വിളിച്ചിങ്ങനെ പോകുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പരമാവധി ഏതൊക്കെ വഴിയിലൂടെ പറ്റും അതൊക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പ്രൊഫൈൽ പിക്ക് മാറ്റുന്നത് എന്നുള്ളത്. അവർ ചിലപ്പോൾ മറ്റേതെങ്കിലും ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒക്കെ നോക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് നിങ്ങളെ ബ്ലോക്ക് മാറ്റാനും പറ്റില്ല. കാരണം ആ ഒരു ഈഗോ ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് മാറ്റാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെറുതായി പോയാലോ അങ്ങനെയൊക്കെ അവർക്ക് അങ്ങനെ തോന്നുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാൻ ചിലപ്പോൾ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഏതെങ്കിലും വഴി നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഏതാണെന്നുള്ളതൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ എടുത്ത് നോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരു ഞെട്ടൽ ഉണ്ടാവും എന്നുള്ളത്. അതായത് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്പോൾ ആൾ വിഷമിച്ചിരിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, പ്രൊഫൈൽ പിക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, അപ്പോൾ ആൾക്ക് പ്രശ്നമൊന്നും ഇല്ലേന്ന് വിചാരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ സാധാരണ നമ്മൾ അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ പിക്കും കാര്യങ്ങളൊക്കെ മാറ്റുന്നതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരത് കാണണം. മീൻസ് നമ്മൾ സ്നേഹിക്കുന്ന ആൾ ആ പ്രൊഫൈൽ പിക്ക് കാണണം, അവർക്കത് ഇഷ്ടമാവണം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടും നിങ്ങളത് മാറ്റിയെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ചിന്ത വരും, അതായത് ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, പിന്നെ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മാറ്റിയിരിക്കുന്നത്, അതും അത്യാവശ്യം നല്ല ഫോട്ടോ ഒക്കെയാണല്ലോ വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മൾ അവർ കാണിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ഇടാം. അപ്പോൾ ഇതും എങ്ങനെയാണ് അവർ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫേക്ക് അക്കൗണ്ട് വഴി അവർ കാണാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് വഴി അവരത് അറിയുകയോ അല്ലെങ്കിൽ അവരുടെ ഫോൺ വഴി അത് കാണുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇടുക എന്നുള്ളതല്ല, എങ്കിലും നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുത്തിട്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വെക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം, നിങ്ങളുടെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഏതെങ്കിലും വിധേന അവർ കാണും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ബ്ലോക്ക് അവർ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ ഇപ്പം തന്നെ തോന്നിയിട്ടുണ്ടാകും, ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാകും, അയ്യോ ഇതിപ്പോൾ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടും ആൾ ഭയങ്കര ഓക്കെ ആയിട്ട് പോകുന്നില്ല, പിന്നെ കുറച്ച് നാളോട് കഴിഞ്ഞാൽ മിക്കവാറും എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ആൾ പോകും. അങ്ങനെ വിചാരിച്ചിട്ട് ആ ബ്ലോക്ക് മാറ്റിയിട്ട് അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. എന്തായാലും ആ ബ്ലോക്ക് അവർ മാറ്റും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. നിങ്ങളോട് റിയൽ ആയിട്ടുള്ള സ്നേഹമാണ് അവർക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബ്ലോക്ക് അവർ മാറ്റിയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. അതേപോലെ തന്നെ
ഇപ്പൊ ചിലപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും അവർ ബ്ലോക്കും മാറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് എപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കാണ്. എപ്പോഴും ഇപ്പൊ ചെറിയൊരു വഴക്ക് വന്നാൽ പോലും ആള് ബ്ലോക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് പോയിട്ട് പിന്നെ വീണ്ടും വരും, പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും എന്നോട് അവർക്ക് സ്നേഹമല്ല. അപ്പോൾ അതേപോലെ തന്നെ എപ്പോഴും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? മീൻസ് ഞങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റിയിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പലരുടെയും മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഉറപ്പായിട്ട് അത് ഓക്കെ ആയിട്ട് തിരികെ വന്നോളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ പ്രാവർത്തികമാക്കും ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്